ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നേ? അടുക്കളക്കാരിയുടെ ജാതകദോഷം തീർക്കാൻ വരെ നവഗ്രഹ പൂജ. അയ്യേ, നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു കൂവുന്നത് കേൾക്കാൻ തറവാടിന്റെ മഹിമാന്ന്. കാണിക്കുന്ന പ്രവൃത്തികളാണെങ്കിൽ 6 വഷളും. എങ്ങനെ ഗുണം പിടിക്കാനാ? എടി കല്യാണി, നിന്റെ ജാതകദോഷം മാറാനേ ഒരു പരിഹാരക്രിയ ഇവിടെ നടക്കില്ല. സമ്മതിക്കില്ല ഈ വിലാസിനി. നിന്റെ ശനി ഈ ഞാനാ. അത് പരിഹാരക്രിയയിലൂടെ മാറില്ല. നിന്നെ കൊണ്ടേ പോകൂ. ഏത് വിധേനയും ആ നവഗ്രഹ പൂജ മുടക്കണമല്ലോ. അതിനിപ്പോ എന്താ ഒരു വഴി? ആന്റി, ഇവിടുത്തെ ജോലിക്കാരിയില്ലേ കല്യാണി, അവള് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നീ കാര്യം പറ. ആന്റി, ഞാൻ രാവിലെ ഒരു ബുൾസെ ചോദിച്ചപ്പോഴേ ഉണ്ടാക്കി തരാൻ പറ്റില്ലാന്ന്. അവക്ക് ഇന്നെന്തോ നവഗ്രഹ പൂജയുണ്ട്, അവൾ അതിന്റെ വ്രതത്തിലാണ് പോലും. അവള് വ്രതത്തിലാണെന്ന് പറഞ്ഞോ? ആ, പറഞ്ഞു ആന്റി. അവള് കള്ളം പറയുന്നതാ. അവക്ക് പൂജയും വ്രതം ഒന്നുമില്ല. കൊള്ളാം. അവളുടെ നവഗ്രഹ പൂജ എങ്ങനെ മുടക്കാന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. നീ തന്ന ഐഡിയ കൊള്ളാം. ഞാൻ പറഞ്ഞത് ഐഡിയ ആയിരുന്നോ? ആന്റി എന്തൊക്കെയായി പറയുന്നത്? ഞാൻ എന്താ ഐഡിയ പറഞ്ഞെന്നാ? എടി, നിനക്കിപ്പോ ബുൾസൈ കിട്ടിയ പോരെ? ആ, അത് മതി. ബുൾസൈ കിട്ടോ? എന്തിനാടി ഈ ബുൾസൈ മാത്രം ആക്കുന്നേ? ആന്റി അവളെ കൊണ്ട് നിനക്ക് ചിക്കൻ ഫ്രൈ കൂടി ഉണ്ടാക്കി തരിക്കാം. പോരെ? എങ്കി നീ വാ. നിക്കടി അവിടെ. എന്താടി ഒരു മൈൻഡ് ഇല്ലാത്തത്? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ രക്തം ശരീരത്തിലൂടെ ഓടുന്നോണ്ട് ആരെയും അനുസരിക്കണ്ടെന്നാണോ? അതോ നീ സ്വയം അങ്ങ് റാണി ചമയുവാണോ? മാഡം, ഞാൻ അങ്ങനെയൊന്നും. അയ്യോ, പാവത്തെ പോലെ അഭിനയിച്ച് കാര്യം സാധിക്കുന്ന നിന്റെ ആ തന്ത്രം നീ ഇങ്ങോട്ട് ഇറക്കണ്ട. അതൊക്കെ നീ വേറെ ആരോടെങ്കിലും ചെന്ന് കാണിച്ചാ മതി. ഇതേ ആള് വേറെയാ. തൃച്ചംബരത്ത് വിലാസിനി എന്ന് പറയും. അല്ല, ഈ ജയന്തിയെ ഒരു ചെറിയൊരു ബുൾസ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോഴേ പറ്റില്ല എന്ന് പറഞ്ഞു നീ. ഈ ജയന്തിയെ ഒരു ചെറിയൊരു ബുൾസ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോഴേ പറ്റില്ല എന്ന് പറഞ്ഞു നീ. പറഞ്ഞോന്ന്. പറഞ്ഞു. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല മാഡം. ഇന്ന് എനിക്ക് നവഗ്രഹ പൂജയുടെ വ്രത. അതുകൊണ്ട് മത്സ്യവും മാംസവും ഒന്നും പാചകം ചെയ്തുകൊടുന്നാ പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞ ഉടനെ സുജാത ചേച്ചി വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. കൊള്ളാം, വ്രതം പോലും വ്രതം. മുമ്പൊരിക്കൽ ഇവൾ ഉരുളക്കിഴങ്ങ് ബോണ്ട ചോദിച്ചപ്പോഴും നീ ഇതുപോലെ എന്തോ കാരണങ്ങൾ പറഞ്ഞു ഒഴിവാക്കിയതാ. ഓർമ്മയുണ്ടോ എനിക്ക്? ഇവളാരാണെന്ന് അറിയോ നിനക്ക്? എന്റെ അനന്തരവള് മാത്രമല്ല, നാളെ ഈ തൃച്ചംബരത്ത് വന്നു കേറാനുള്ള മൂത്ത മരുമകളാ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകൻ ആനന്ദകൃഷ്ണന്റെ ഭാര്യ. മനസ്സിലായോടി വ്രതക്കാരി? അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. വ്രതം നിനക്കല്ലേ? അതിന് ഞങ്ങൾ എന്തിനാ മത്സ്യവും മാംസവും കഴിക്കാതിരിക്കുന്നേ? നിനക്ക് പുണ്യം കൂടുതൽ കിട്ടാനാണോ? അങ്ങനെയാണെങ്കിലേ അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി. ഇവിടെ ഞങ്ങൾ എന്താവശ്യപ്പെടുന്നോ അത് ഉണ്ടാക്കി തരില്ല നിന്റെ ഡ്യൂട്ടി. അതിനാ നിന്നെ ഇവിടെ ശമ്പളം തന്ന് പാചകക്കാരിയാക്കി വെച്ചിരിക്കുന്നെ. മനസ്സിലായോടി? പൊടി പോ. ആദ്യം പോയി
ഇവള് ചോദിച്ച പോലെ 2 ബുൾസയും എനിക്കൊരു പ്ലേറ്റ് ചിക്കൻ ഫ്രൈയും കൊണ്ടുവാ. മാഡം, ജോത്സ്യം പറഞ്ഞത് മാഡം കേട്ടതല്ലേ? പൂജയ്ക്കുള്ള വ്രതത്തിലാ ഞാൻ. ഇങ്ങനെയൊരു സന്ദർഭത്തിലെങ്കിലും മാഡം എന്നെ വിഷമിപ്പിക്കരുത്. ദയവ് കാണിക്കണം. ഛീ, നിർത്തടി. അവളുടെ ഒരു കള്ള തൊഴിലും വിനയവും. ശബരിമലയ്ക്ക് മാലയിട്ടവരാരും ഹോട്ടലിലും കള്ളുഷാപ്പുകളിലും ജോലി ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടല്ലോ. അവനവന് അന്നം തരുന്ന തൊഴിലാ ദൈവം. നിന്റെ തൊഴില് ഭക്ഷണം ഉണ്ടാക്കല. അതിന്റെ ഇടയില് വ്രതവും ക്രതമൊന്നുമില്ല. നീ പോയി ബുൾസയും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കിക്കൊണ്ട് വാ. പോടി അങ്ങോട്ട്. എന്താടി, നിനക്ക് ചെവി കേൾക്കില്ലേ? പോയി ഉണ്ടാക്കിക്കൊണ്ട് വരാൻ. ആ നിക്കേ. പിന്നൊരു കാര്യം, പറഞ്ഞതെല്ലാം നീ തന്നെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരണം. അല്ലാതെ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ച് വന്നാ നിന്റെ കൊരണം ഞാൻ അടിച്ചു പൊട്ടിക്കും. കേട്ടല്ലോ? ആന്റി പറഞ്ഞത് കേട്ടല്ലോ. ചെല്ലേ. ആന്റി സൂപ്പർ. അവളുടെ അഹങ്കാരം ഇന്നത്തോടെ തീരും. ആന്റി പൊളിച്ചു. കൈ കൊടു. ദൈവമേ, അറിയാലോ നവഗ്രഹ പൂജയ്ക്ക് വ്രതം നോറ്റിരിക്കുക ഞാൻ. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? ഇതിനൊക്കെ വേണ്ടിട്ട് ഞാൻ എന്ത് പാപം ചെയ്തേ? നീ ആദ്യം അവളുടെ പിറകെ പോയി അവള് തന്നെയാണോ പാചകം ചെയ്യുന്നതെന്ന് നോക്കണം. അതല്ല, അവള് വേറെ ആരെങ്കിലും കൊണ്ട് പാചകം ചെയ്യിപ്പിക്കുന്നെങ്കിൽ നീ വന്ന് എന്നോട് പറയണം. അങ്ങനെയാണെങ്കി തിളച്ച എണ്ണയിൽ മുക്കും ഞാൻ അവളുടെ കൈ. ചെല്ലങ്ങോട്ട്. അവളുടെ ഒരു വ്രതം. കള്ളക്കല്യാണി. എന്നോട് ക്ഷമിക്ക്. ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. വേറെ മാർഗമില്ലഞ്ഞിട്ടാ. പുറത്ത് മാപ്പ് തരണം. വേണ്ട വേണ്ട, വലിയ ന്യായമൊന്നും പറയണ്ട നീ. ടൂറ് കഴിഞ്ഞ് അച്ഛൻ കാണാൻ വന്നപ്പോ അമ്മ നിങ്ങളെ ഒന്നും വിളിക്കാറ് പോലും ഇല്ലാന്ന് നീ പറഞ്ഞില്ലേ? ഏതായാലും അവധിക്ക് രണ്ടുപേരും ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അല്ല പിന്നെ ലോകത്തെല്ലായിടത്തും എനിക്ക് പാരയാ, സ്വന്തം മക്കള് പോലും. ആന്റി, ആന്റിയുടെ തന്ത്രമൊക്കെ ഏറ്റു. കരഞ്ഞ് കരഞ്ഞ് അവള് ബുൾസയും ചിക്കനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാ.
സത്യം പറഞ്ഞ കുറച്ചു നേരം ആ മണവും പിടിച്ച് അവിടെ നിൽക്കാനാ എനിക്ക് തോന്നിയത്. ആ, പിന്നെ വിചാരിച്ചു വിവരം വന്ന് ആന്റിയോട് പറയാന്ന്. ഈ തൃച്ചംബരത്തെ വിലാസിനി കൽപ്പിച്ചാ പിന്നെ അവക്ക് ഒഴിയാൻ പറ്റില്ല. പക്ഷേ ഈ ഇറച്ചി മീനും മുട്ടയൊക്കെ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും അവളുടെ നവഗ്രഹ പൂജ മുടക്കണം. അത് മുടങ്ങിയേ പറ്റൂ. അതിനിപ്പോ എന്താ ഒരു വഴി? നീ ഒന്ന് ആലോചിച്ചേ. ആന്റി, ആ പറ, നിനക്ക് എന്തെങ്കിലും പുതിയ ഐഡിയ കിട്ടിയോ? അതല്ല ആന്റി, ഈ ബുൾസയും ചിക്കൻ ഫ്രൈയും ഒക്കെ റെഡി ആയിട്ട് വരെയല്ലേ? ആ ഈ ബുൾസയൊക്കെ ചൂടോടെ കഴിച്ചാലേ കൊള്ളാവൂ. നമുക്ക് അവിടെ പോയി വല്ലതും തിന്നോണ്ടൊന്ന് ആലോചിച്ചാലോ? അയ്യോ, ഈ തീറ്റിപ്രാന്തിയെ കൊണ്ട് ഞാൻ തോറ്റു. ഹും, എന്റെ കൈവാക്കിന്ന് മാറി നിന്നോ, ഇല്ലെങ്കിൽ ഞാൻ ഞെക്കിക്കൊല്ലു. പോ. പാവ ആന്റി ഒറ്റയ്ക്ക് കിടന്ന് ആലോചിക്കുന്നത് കണ്ടില്ലേ? നമുക്ക് എന്തേലും വഴി പറഞ്ഞു കൊടുക്ക എന്നല്ല, അവക്ക് രാവിലെ തന്നെ എന്തേലും അണ്ണാക്കിലോട്ട് കുത്തിക്കേറ്റാനുള്ള വെപ്രാള. ശോ, എന്റെ ആന്റി ഐഡിയ കിട്ടിയിട്ട് പറയാതിരിക്കുന്നതല്ലോ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് വയറുകൊണ്ടാ. അത് വിശപ്പായിട്ടേ പുറത്തു വരൂ. എന്ന് ആന്റി അങ്ങനല്ലല്ലോ. ഈ തന്ത്രവും കുതന്ത്രവും ഒക്കെ കണ്ടെത്താൻ ആന്റി അല്ലേ മിടുക്കി. ആന്റിയെ കാണുമ്പോഴേ ഒരു ബുദ്ധി രാക്ഷസ ലുക്കാ. ആന്റി തന്നെ ഒന്ന് നന്നായിട്ട് തലച്ചോറ് കുലിക്കൊന്ന് ആലോചിച്ചാ നമുക്ക് ഈ കല്യാണിയെ കുടിക്ക് നവഗ്രഹ പൂജ മുടക്കാൻ പറ്റും. ആ, ആന്റി തലച്ചോറ് കുലിക്ക് നന്നായിട്ടൊന്ന് ആലോചിച്ചേ. ദേ ഇങ്ങനെ. കൂടുതൽ കോമഡി ഒന്നും വേണ്ട. ആലോചിച്ച ഒരു വഴിയുണ്ട്. ആ, നീ വന്നേ. പൂങ്കണ്ണീരൊക്കെ ഒഴുകുന്നുണ്ടല്ലോ. എന്താടി, ചിക്കൻ ഫ്രൈ റെഡിയായില്ലേ? ചോദിച്ചത് കേട്ടില്ലേടി നീ? ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയാണോന്ന്. റെഡിയായി. ആ, എന്നാ പാത്രം എടുത്ത് വിളമ്പ്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ആന്റി, ഇതുകൊള്ള നിന്റെ കണ്ണീര് സങ്കടമൊക്കെ കാണുമ്പോഴേ നിനക്ക് തിന്നാൻ വെച്ചിരിക്കുന്നത് ഞങ്ങൾ തട്ടിയെടുത്ത് തിന്നുന്ന പോലെ ഉണ്ടല്ലോ. ഏ ഒരു ചിക്കൻ പീസും കൂടെ വെക്ക്. വെച്ചു കൊടുക്ക്. സൂപ്പർ ടേസ്റ്റ് ആന്റി.
പതുക്കെ പറ. ആ. ധൂ. എന്താടി ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ചിക്കൻ വെന്തിട്ട് പോലുമില്ല. ഹോ, ഉപ്പാണെങ്കിൽ കഴിച്ചിട്ടും വയ്യ. അവളുടെ ഒരു നളപാചകം. ശ്ശേ, പച്ച ഇറച്ചി തിന്നുന്ന പോലെ ഉണ്ട്. ആന്റി, ഇത് ഇവള് മനഃപൂർവ്വം നമ്മൾ കഴിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാ. ആഹാ. ഇല്ല മാഡം, ഞാൻ എന്നും ചെയ്യുന്ന പോലെ തന്നെയാ ഇന്നും പാചകം ചെയ്തത്. ഓഹോ, നീ എന്നും പാചകം ചെയ്യുന്ന പോലെയാണോ ഇന്നും പാചകം ചെയ്തത്? അതെ മാഡം. എന്നത്തെയും പോലെയാണോന്ന് നീ ഒന്ന് തിന്നു നോക്കിയേ. മാഡം വേണ്ട. എന്താടി വേണ്ടാത്തത്? അപ്പൊ നീ മനഃപൂർവ്വം വായിൽ വെച്ച് തിന്നാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാക്കി വെച്ചതാ. അതല്ലേ നിനക്ക് വേണ്ടാത്തത്? മാഡം, എനിക്ക് പൂജയ്ക്ക് പോവാനുള്ളതാ, അതാ. കൊള്ളാം. നീ എങ്ങനെ വേല ഇറക്കി രക്ഷപ്പെടാന്നൊന്നും വിചാരിക്കണ്ട. ആന്റി, ഈ ബുൾസില് ഫുള്ള് ഉപ്പാ. ഇത് ഇവള് മനഃപൂർവ്വം ചെയ്ത് തന്നെയാ. ഇതിലും ഉപ്പോ? ആ, എവിടെ? അയ്യേ, ഇവള് മനഃപൂർവ്വം ചെയ്തത് തന്നെയാ. അതിനൊരു സംശയവും വേണ്ട. മാഡം, ഞാൻ നല്ലതുപോലെയാ വെച്ച്. പാചകം എന്റെ തൊഴിലാ, അതിൽ ഞാൻ ഒരിക്കലും കള്ളം കാണിക്കില്ല. ശരി, ഞങ്ങൾ പറയുന്നത് നീ വിശ്വസിക്കണ്ട. നീ തന്നെ ഒന്ന് രുചിച്ചു നോക്ക്. ഞങ്ങള് പറയുന്ന സത്യാണോന്ന് അറിയാലോ. വേണ്ട മാഡം, എനിക്ക് പൂജയ്ക്ക് പോണം. അയ്യടാ, അതേതായാലും കൊള്ളാം. ഞങ്ങളെ കൊണ്ട് ഈ പച്ച ഇറച്ചി തീറ്റിച്ചിട്ട് നീ അങ്ങ് പോവാന്ന് വിചാരിച്ചോ? ഇങ്ങോട്ട് വാടി. വാടി ഇവിടെ. വന്നിരിക്കേ. പാടി ഇവിടെ. ഇവിടെ വന്ന് ഇരിക്കടി അവിടെ. കഴിക്കടി. കഴിക്കാൻ. വേണ്ട മാഡം, വേണ്ട. എനിക്ക് പൂജയ്ക്ക് പോകാനുള്ളതാ. കഴിക്കാനല്ലേടി പറഞ്ഞത്? വേണ്ട മാഡം. എന്താടി വേണ്ടാത്തെ? കഴിക്കടി. നിന്നെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കഴിക്കാൻ. വേണ്ട മാഡം. ഈ ജയന്തി, അവളുടെ വായിലോട്ട് കുത്തിക്കയറ്റ്. തുറക്കടി. തുറക്കടി. ഇടി കഴിക്കാൻ. എടി, വായ തുറക്കടി. കഴിക്കാൻ. കഴിക്കാൻ. അയ്യോ ജയന്തി. ഡീ. ആന്റി, അവള് പോയി. ഇനി ഞാൻ ചിക്കൻ എടുത്ത് കഴിക്കട്ടെ? ഓ, ഈ തീറ്റപ്രാന്തിയുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. എടുത്ത് തിന്ന്. എന്നാ ഞാനൊരു ചിക്കൻ തിന്നാം. സൂപ്പർ ആന്റി. നവഗ്രഹ പൂജ നടക്കാനുള്ളതാ. ഉപവാസവ്രതം അനുഷ്ഠിച്ചിട്ട് വേണം പൂജയ്ക്ക് പോവാൻ. വിലാസിനി മാഡം കേട്ടതാ ജോത്സ്യം പറഞ്ഞത്. എന്നിട്ടും എന്നെ കൊണ്ട് മുട്ടയും ഇറച്ചിയൊക്കെ പാചകം ചെയ്യിച്ചു. എന്നെ നിർബന്ധിച്ച് മാംസം കഴിപ്പിക്കാൻ നോക്കുക അവര്. എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടത്. നീ തന്നെ പറയും, ഞാൻ എന്താ വേണ്ടേ? വല്ല ടേസ്റ്റ് അല്ലേ? അവളെ അങ്ങനെയൊന്നും വിടാൻ പാടില്ലല്ലോ. ജയന്തി വാ വേഗം. ചിലപ്പോഴൊക്കെ തോന്നണേ മനുഷ്യനായിട്ട് പിറന്നതാ കുറ്റമെന്നാ. നിന്നെ പോലൊരു പൂവായിട്ട് പിറന്ന സമാധാനമെങ്കിലും കിട്ടിയനെ. ഇതിപ്പോ
എന്തൊക്കെ പരീക്ഷണങ്ങളാ ഞാൻ നേരിടേണ്ടി വരണേ. വയ്യ എനിക്ക്. ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാ. എന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ നിന്നോടല്ലാതെ ആരോടാ പറയാ. എങ്ങനെയെങ്കിലും ആ നവഗ്രഹ പൂജ നടന്നാ മതിയായിരുന്നു. എന്റെ വിവാഹം മുടങ്ങിയ അച്ഛനാ ഏറ്റവും കൂടുതൽ വേദനിക്കുക. ഇവളിത് എവിടെ പോയി? ആന്റി, കല്യാണി ദേ ചെമ്പരത്തിയോട് സംസാരിച്ചോണ്ട് നിൽക്കുവാ.